ഇനി നമുക്ക് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെയാണ് അകത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നത്? അതിൽ പത്മകുമാറുണ്ട്, ജയശ്രീയുണ്ട്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ ഉദ്യോഗസ്ഥർക്കും അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് കയ്യാമം വീഴാൻ പോകുന്നു എന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. പത്മകുമാറിനെ SIT നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുണ്ട്. പത്മകുമാർ ഹാജരായി കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജയശ്രീയുടെ അറസ്റ്റും ഈ മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി സംഭവിക്കാൻ പോകുന്നു എന്നടക്കമുള്ള സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സന്നിധാനത്ത് സ്വർണം തട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വാതിൽ സമർപ്പണത്തിലൂടെ സ്പോൺസർമാരായി എന്നടക്കം ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. സ്വർണ്ണവാതിൽ അങ്ങനെ പൂർണ്ണമായും മാറ്റുകയായിരുന്നു. ആ മാറ്റിയത് തട്ടിപ്പിന് വേണ്ടിയായിരുന്നു. ഇതിലൊക്കെ കുടപിടിച്ചത്, കൂട്ടുനിന്നത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വരുമ്പോൾ വിശദാംശങ്ങൾ നൽകാൻ എന്നോടൊപ്പം അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഈ സ്വർണ്ണക്കൊള്ളയുടെ ആഴങ്ങളിലേക്കുള്ള പരിശോധനയിലേക്ക്, വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നത് അന്നത്തെ ഭരണസമിതിയാണ്. ഈ ഭരണസമിതി നോക്കുകുത്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ടെസ്റ്റ് ഡോസ് എന്ന പോലെ പല രീതിയിൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ കൊള്ളയ്ക്ക് പദ്ധതിയിട്ടു. അതാണ് ഈ വാതിലടക്കം അതിലെ തടികൾ, ഒരുപക്ഷെ തടികൾ മാത്രമായിരുന്നു മാറ്റേണ്ടിയിരുന്ന പഴക്കമുണ്ടായിരുന്നത്. അത് മാത്രം മാറ്റേണ്ടിടത്ത് ഈ വാതിലടക്കം ഇടക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത്? പ്രജീഷ്, ശബരിമലയിൽ വീഴ്ചകളെ സംഭവിച്ചിട്ടുള്ളൂ. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഘട്ടത്തിലേക്ക്, അതായത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് SIT ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഈ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച അന്വേഷണം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ജയശ്രീയുടെ ജാമ്യാപേക്ഷ തള്ളി ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം തള്ളിയിട്ടാണ് പിന്നീട് കീഴ്ക്കോടതിയിലേക്ക് അവർ ഹർജിയുമായി വന്നത്. ഇനിയിപ്പോൾ അവർക്ക് നിയമ നടപടിയുമായി വിധേയപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇതിലിപ്പോൾ അന്വേഷണത്തിന് ഈ ഘട്ടത്തിലെത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി വലിയ ആസൂത്രണമാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിന് എല്ലാ ഒത്താശയും ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, ആരാണോ ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത്, അവരെല്ലാം കൂടി അതിന് കളമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അതായത് 2018 ഈ ഗൂഢാലോചനയുടെ തുടക്കം ശബരിമല സന്നിധാനത്തിരിക്കുന്ന സ്വർണം ലക്ഷ്യമിട്ടുള്ള അത് തട്ടിയെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് 2018 മുതൽ ആരംഭിച്ചു ഗൂഢാലോചനയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വാതിൽ സമർപ്പണം തന്നെയാണ്. ആ വാതിലിന് കേടുപാടുണ്ടെന്ന് 2018 കണ്ടെത്തുമ്പോൾ അത് തടിയിലെ കേടാണ്. അതിനകത്ത് ക്ലാഡ് ചെയ്തിരിക്കുന്ന ഗോൾഡിനോ ചെമ്പിനോ ഒന്നും ഒരു പ്രശ്നമില്ല. അതിൻ്റെ തടിയുടെ ഒരു ഭാഗത്ത് തേയ്മാനോ അതല്ലെങ്കിൽ അതിൻ്റെ അത് ഉളുത്തു പോവുകയോ എന്തോ ചെയ്ത് ഒരു വെള്ളമൊക്കെ വീണുള്ള പ്രശ്നമാണ്. അത് ആ തടിയിൽ തീർക്കാവുന്ന പ്രശ്നം, അത് സന്നിധാനത്ത് വെച്ച് തീർക്കാവുന്ന പ്രശ്നം. പക്ഷേ അതിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ പിന്നീട്, അതായത് അനന്തരം ഇത്തരം സംഗതികൾ നമുക്ക് ഈ സന്നിധാനത്ത് നിന്നും അപ്പുറത്തേക്ക് അറിയാം. 98 വിജയമല്യ സ്വർണം പൂച്ചുന്ന സമയത്ത് പോലും അവിടെ കൊണ്ടുവന്നാണല്ലോ കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കി. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് തയ്യാറാക്കാവുന്ന ഒരു കാര്യം അവിടെ വെച്ച് തന്നെ തീർക്കാവുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ, അപ്പോൾ ഈ ബോർഡിന് കൃത്യമായി കാര്യങ്ങൾ അറിയാമെന്നിരിക്കെ ബോർഡ് അതിനെ കൂട്ടുനിന്നു. അന്നത്തെ ഭരണസമിതി ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ, കമ്മീഷണർ അടക്കം തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടിലായേ പറ്റൂ, മറ്റു നിവൃത്തിയില്ല. തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ദേവസ്വം ബോർഡിനെ എങ്ങനെയാണ് പ്രതിക്കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തുക? അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. ആ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ സ്വർണം കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തത്. ആ 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, 1998 വിജയമല്യ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ എവിടെയൊക്കെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് കൃത്യമായി അറിയാവുന്നവരാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവർ. അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്ത് ഒരു ഉരുപ്പടിയും പുറത്തു കൊണ്ടുപോകരുതെന്ന് കൃത്യമായി അറിയാവുന്നവരാണ് ഈ ശബരിമല സന്നിധാനത്ത് അതിന് കാവലായിട്ടിരിക്കുന്ന. അനന്തരം ഒരു കാര്യം ചോദിക്കട്ടെ, പലരും സംശയിക്കുന്ന കാര്യം, ഈ പത്മകുമാറിനെ പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഒരു എവിഡൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരടക്കം മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരുന്ന ബാധ്യതയുടെ കാര്യങ്ങൾ നാളെ കോടതിയിലേക്ക്, ഇതിന്റെ ട്രയലുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് ചെല്ലുമ്പോഴുള്ള കാര്യങ്ങൾ, അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടെ മാത്രമേ ഈ അന്വേഷണ സംഘത്തിന് ഒരു അറസ്റ്റിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രമേൽ ബലപ്പെട്ട മൊഴികൾ ഇവർക്കെതിരെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ്. അതിനൊപ്പം തന്നെ മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴിയാണ് ദേവസ്വം ബോർഡിനെ പൂട്ടിയിടുന്നതിനകത്ത് ഈ കേസിൽ. കാരണം ഇതിനകത്തുനിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ
2019 ദേവസ്വം ബോർഡിനെതിരെയാണ്. അതിൽ പത്മകുമാറും 2 അംഗങ്ങളും ഉൾപ്പെടും. അപ്പോൾ ഈ 2 അംഗങ്ങളെയും കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ള കാര്യം, എവിടെയുണ്ട് ഇപ്പോൾ? പത്മകുമാർ പത്തനംതിട്ടയുണ്ട്. അദ്ദേഹത്തെ ഇന്നലെ വരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് 2ാമത്തെ കോളായിരുന്നു. അതായത് ആദ്യം ഒരു നോട്ടീസ് കൊടുത്തു, പത്മകുമാർ വന്നില്ല. അതിനുശേഷമാണ് വാസുവിന്റെ അറസ്റ്റ് നടക്കുന്നത്. അതിനുശേഷം പിന്നെയും പത്മകുമാർ എന്താണ് ഒരു ഭയം പത്മകുമാറിന്? കാരണം 2 നോട്ടീസ് കൊടുത്തു, ഇപ്പോഴും ഈ ദിവസം ഈ നിമിഷം വരെ ഈ ഉച്ചനേരം വരെ വന്നിട്ടില്ല. ഭയമുണ്ടോ പത്മകുമാറിന്? ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം അറസ്റ്റ് നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ ഇന്നലെ അദ്ദേഹം വരാത്തതിന് കാരണം തൊട്ടടുത്ത വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾ മരണപ്പെട്ടു. അതിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും അന്വേഷണ സംഘം അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസം ഇതുവരെയും വന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് അറിയാൻ കഴിയുന്നത് ഒന്നുകൂടി നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ വരാത്തതിന്റെ കാരണം അന്വേഷിക്കും. പക്ഷേ അത് മനഃപൂർവ്വമാണ് വരാനുള്ള വീഴ്ച വരുത്തുന്നതെങ്കിൽ അറസ്റ്റ് വീട്ടിൽ പോയി നടത്തും, അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയി അറസ്റ്റ് ഉണ്ടാകും. അതും പ്രതീക്ഷിക്കാം എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പാണ്. അതിനൊപ്പം തന്നെ ഈ 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്, ഇപ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ്, അവരുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അവിടെ സ്വർണ്ണ കൊള്ള നടന്നില്ലെങ്കിലും 2024 അതേ മോഡസ്, 2019 അതേ മോഡസ് എന്തിനാണ് 2024 25 നടപ്പാക്കിയത്? അത് ആര് നിർദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യത്തിന് PS പ്രശാന്ത് മറുപടി അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയേണ്ടി വരും. അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് 3 ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് അതിനകത്തൊരു വാചകമുണ്ട്. അതായത് ചോദ്യം ഇതായിരുന്നു, മുൻ മന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംശയത്തിന് നേരിലാണല്ലോ എന്ന് വെച്ചാൽ ആരും രക്ഷപ്പെടില്ല എന്നാണോ പറയുന്നത്? ആരും രക്ഷപ്പെടില്ല എന്ന് പറയണം MV ഗോവിന്ദൻ. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ആരൊക്കെ പെടാൻ പോകുന്നു എന്നുള്ള കാര്യം ആർക്കും ഒരു തീർച്ചയില്ല. കാരണം ഈ രീതിയിലേക്ക് അന്വേഷണം വരുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. അത് കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എന്ന് പറയുമ്പോഴും ഉന്നതരെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർ ഇതിനകത്ത് പ്രതിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ട ബാധ്യത കടകംപള്ളിക്ക് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ശ്രദ്ധയിൽ ഇത്രയും വലിയൊരു സ്വർണ്ണക്കള്ള നടന്നിട്ടും അറിയാതെ പോയത്? അദ്ദേഹത്തിന് അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ ബോർഡിലെ അദ്ദേഹത്തിന് മന്ത്രിയുടെ തൊട്ട് താഴെ ബോർഡിലിരിക്കുന്നത് പ്രസിഡന്റും ബോർഡുമാണ്, അപ്പോൾ ബോർഡംഗങ്ങളുമാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സംശയവും അദ്ദേഹത്തിന് തോന്നാതിരുന്നത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടും. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ SITയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. അപ്പോൾ ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയും വരും. ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാലും ഇത് ഇത്രയും ഒരു ചെറിയ ഒരു പണം തട്ടിപ്പോ ഒന്നുമല്ല, വലിയ സ്വർണ്ണക്കൊള്ള ആസൂത്രിതമായി കുറച്ച് കാലത്തെ ആസൂത്രണത്തോടെ തുടർച്ചയായി പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സ്വർണ്ണക്കൊള്ളയാണ് നടന്നത്. അപ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ അവര് ശങ്കരദാസ്, വിജയകുമാർ, അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ചും ഇവർക്കൊക്കെ ഇതേ ബാധ്യത വരും. ഇവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? അങ്ങനെ നോട്ടീസ്? കാരണം അത് ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ബോർഡ് പ്രസിഡന്റും 2 അംഗങ്ങളും ചേർന്നാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സ്വർണം പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ അന്തിമമായ തീരുമാനമെടുത്തിരിക്കുന്നത് ബോർഡാണ്. അതിന് പത്മകുമാറിന്റെയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാസുവിന്റെയോ പ്രേരണയ്ക്ക് വഴങ്ങിയാണോ ബോർഡ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അക്കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. അതോ ഇവർക്കും ഇതിൽ അറിവുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളും പറയേണ്ടി വരും. എന്തായാലും ശങ്കരദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവരുടെ മൊഴി പോലെ ഇരിക്കും, പത്മകുമാറിന്റെ മൊഴി പോലെ. ഒരു കാര്യം കൂടി, ഇതിൽ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മാപ്പുസാക്ഷികൾ ആകാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്? അങ്ങനെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ SITയുടെ അന്വേഷണത്തിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമല്ല. അവർ നൽകിയ പല ഇൻപുട്ടുകളും, കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളും, അതിൽ പല കാര്യങ്ങളും ഇപ്പോഴും അജ്ഞാതമാണ്. അത് രഹസ്യരേഖയായിട്ടാണ് കോടതിയിൽ തുടരുന്നത്. പക്ഷേ അതിലുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ കോടതി നൽകുന്ന ഉത്തരവിലുണ്ട്. അപ്പോൾ കോടതി പൊതുജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ പരോക്ഷമായെങ്കിലും അറിയിക്കുന്നുണ്ട്. ആ പരോക്ഷമായി അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ് നടന്നത്, അതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് സംശയിക്കാമെന്നൊക്കെ കോടതി പറയുമ്പോൾ അത്തരം ഇൻപുട്ടുകൾ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ ആരൊക്കെ മാപ്പുസാക്ഷിയാകും, ആരൊക്കെ ഇനി കൂടുതൽ പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ള കാര്യം തുടർ അന്വേഷണത്തിൽ മനസ്സിലാക്കും. തീർച്ചയായും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം 6ാം നമ്പർ വിക്കറ്റ് ആരുടേതാണ്, അതിനുശേഷം വിക്കറ്റുകൾ വീഴാൻ പോകുന്നത് ആരുടെയൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പം പത്മകുമാർ ഈ ദിവസം എത്തുമോ അന്വേഷണ സംഘത്തിന് മുന്നിൽ? കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടൻ വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത വണ്ണം അങ്ങനെ പൂട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.